So hello guys, ഞാൻ Samsung Galaxy M21 പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കിയില്ലെങ്കിൽ കുറച്ച് സുഖം ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ സാംസങ് ഗാലക്സി M21 ന്യൂ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടാകും, വേറെ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് Realme X7 Max ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തു ഫ്ലിപ്കാർട്ടിന് 21,000. അപ്പോൾ ആ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്ക് വരുത്താമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ Realme X7 Maxൽ ഇപ്പോൾ Realme UI ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ, ഇതുമാരത്തെ ഒരു UI ആണ്. ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് പറയാൻ പറ്റും, പക്ഷേ സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല. പക്ഷേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്ക് നമ്മുടെ Realme X7 Maxൽ വരുത്താമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏത് Realme ഫോണിലും ഇത് ട്രൈ ചെയ്യാം. X7 മാത്രമല്ല, ഏത് Realme ഫോണിലും നമുക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിന്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഹൈപ്പീരിയൻ ലോഞ്ചർ, സെക്കൻഡ് ആപ്ലിക്കേഷന് പിക്സൽ ഐക്കൺ പാക്ക്, മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഗൂഗിളിലെ വാൾപേപ്പേഴ്സ്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ 3 ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പ് മാനേജ്മെൻറ്റിൽ പോവുക. ആപ്പ് മാനേജ്മെൻറ്റിൽ പോയിട്ട് ഡീഫോൾട്ട് ആപ്സ് ഉണ്ടാവുമല്ലോ, ഡീഫോൾട്ട് ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പോയിട്ട് നമ്മൾ ഹോം ആപ്പിൽ പോവുക. ഇപ്പോൾ നമ്മൾ ഹൈപ്പീരിയൻ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഹൈപ്പീരിയൻ ഇവിടെ വന്നിട്ടുണ്ടാവും, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഹൈപ്പീരിയൻ ലോഞ്ചർ റെഡിയായി. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഐക്കൺ പാക്ക് ഉണ്ടാവും, ഐക്കൺ പാക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പിക്സൽ ഐക്കൺ പാക്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി സെലക്റ്റഡ് ആണ്, ഡീഫോൾട്ട് എങ്ങനെയായിരിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഐക്കൺസും ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡ് മാതിരിയായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൻ്റെ വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തല്ലോ, ആ വാൾപേപ്പർ ആപ്പ് ഓപ്പൺ ചെയ്യുക. പിന്നെ ലാൻഡ്സ്കേപ്പിൽ പോവുക. ലാൻഡ്സ്കേപ്പിൽ പോയിട്ട് ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വാൾപേപ്പേഴ്സാണ്. അപ്പോൾ ഇതിലത്തെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഈ വാൾപേപ്പറാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് വാൾപേപ്പർ കൊടുക്കുക, ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറേ റിയൽമിയുടെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ബ്രൗസർ, റിയൽമി പേ, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യണം. നമ്മുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ ആ ആപ്ലിക്കേഷനൊന്നും നമുക്ക് കാണാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പിന്നെ ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുക, ഹോം സെറ്റിങ്സിൽ പോവുക. ഹോം സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ നമ്മൾ ഇൻ്റർഫേസിൽ പോവുക. ഇൻ്റർഫേസിൽ പോയിട്ട് സെലക്ട് ആപ്പ് ടു ഹൈഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ്, ബ്രൗസർ, ക്ലോൺ ഫോണ്, ഡ്രൈവ്, ഡിയോ, ഫിൻഷൽ പേ, ഇതൊക്കെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഫൈനൽ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമുക്ക് സെറ്റിങ്സിൽ പോവുക, പിന്നെ ആപ്പ് മാനേജ്മെൻറ്റിൽ പോവുക. ഇപ്പോൾ നമ്മുടെ റിയൽമി ഫോണിൽ ബ്രൗസറൊക്കെ കുറേ നോട്ടിഫിക്കേഷൻസ് ആയിക്കുള്ളൂ, അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ പോവുക. ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ പോയിട്ട് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോൺ ഫോൺ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മാനേജ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഓഫാക്കി വയ്ക്കുക. അതേമാതിരി ബ്രൗസർ നന്നായിട്ട് നോട്ടിഫിക്കേഷൻ ആയിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓഫാക്കി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ബ്രൗസർ അത് നമുക്ക് മാനേജ് നോട്ടിഫിക്കേഷൻ പോയിട്ട് ഇവിടെ ഓഫാക്കുക. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഓഫാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ലൊരു ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കാണ് കിട്ടുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു.